പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് വടക്കേന്ത്യയിലുടനീളമുള്ള പല സംസ്ഥാനങ്ങളിലെയും കശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമങ്ങൾ അരങ്ങേറുകയാണ്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിലെ കശ്മീരി വിദ്യാർത്ഥികളെ ഹിന്ദു വലതുപക്ഷ ഗ്രൂപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. ഭീഷണിപ്പെടുത്തിയും അധിക്ഷേപിച്ചും കശ്മീരി വിദ്യാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് അവർ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ രാജ്യമുള്ളപ്പോൾ ആ അവസരം ഒരു വിഭാഗത്തിനെതിരെ വിദ്വേഷം പടർത്താൻ ഉപയോഗിക്കുകയാണ് ചിലർ. കശ്മീരിലെ ജനങ്ങളെ സംശയത്തിന് നിഴലിൽ നിർത്തി ഒരു വിഭാഗം മനുഷ്യർക്കെതിരെ വെറുപ്പ് പടർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരി വിദ്യാർത്ഥികൾക്കെതിരെ കുറഞ്ഞത് 8 ആക്രമണ കേസുകളെങ്കിലും ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ ആർണി സർവകലാശാലയിലെ കശ്മീരി വിദ്യാർത്ഥികളെ ഹിന്ദു വലതുപക്ഷ പ്രവർത്തകർ ഉപദ്രവിക്കുകയും അധിക്ഷേപിക്കുകയും അവരെ ഭീകരവാദികളെന്ന് മുദ്രകുത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഹോസ്റ്റലിന്റെ വാതിൽ തകർത്ത് കയറിയ സംഘം ഉടൻ തന്നെ സംസ്ഥാനം വിട്ടുപോകണമെന്ന് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ജമ്മു കശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ ബുധനാഴ്ച തന്നെ വിദ്യാർത്ഥികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കോളേജ് ക്യാമ്പസുകൾ, ഹോസ്റ്റലുകൾ, വിദ്യാർത്ഥികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നും ഇത്തരം സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചാബിലെ ഡെറാബസിയിലെ ഒരു കോളേജ് ഹോസ്റ്റലിലും കശ്മീരി വിദ്യാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചിരുന്നു. അർദ്ധരാത്രിയിലാണ് പ്രദേശവാസികളും മറ്റു വിദ്യാർത്ഥികളും മൂർച്ചയുള്ള ആയുധങ്ങളുമായി ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയത്. വിദ്യാർത്ഥികളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു. ഒരു വിദ്യാർത്ഥിയുടെ പരിക്ക് ഗുരുതരമാണ്. കോളേജ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെടുകയോ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുകയോ ചെയ്തില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. പഞ്ചാബ് പോലീസ് സമയബന്ധിതമായി എത്തിയില്ലെന്നും ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഉത്തരാഖണ്ഡിൽ റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ കശ്മീരി വിദ്യാർത്ഥികളോട് ഹിന്ദു രക്ഷാദൾ എന്ന സംഘടന വ്യാഴാഴ്ച രാവിലെ 10 മണിക്കുള്ളിൽ നാട് വിട്ടുപോകാൻ അന്ത്യശാസനം നൽകിയിരുന്നു. ഇല്ലെങ്കിൽ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇവിടെ നിന്ന് പുറത്തുവന്ന ഒരു വീഡിയോയിൽ കശ്മീരികൾക്കെതിരെ അധിക്ഷേപക വാക്കുകൾ ഉപയോഗിച്ച് തിരികെ പോകുമെന്ന് ആക്രോശിക്കുന്ന ജനക്കൂട്ടത്തെയും കാണാമായിരുന്നു. അതേസമയം ജമ്മു കശ്മീരിൽ നിന്നുള്ള 1665 വിദ്യാർത്ഥികളും ഉത്തരാഖണ്ഡിൽ സുരക്ഷിതമാണെന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുമാണ് ഉത്തരാഖണ്ഡ് DGP അറിയിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപകരമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറയുന്നു. പ്രയാഗ്രാജിൽ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളോട് വീടൊഴിഞ്ഞു പോകാൻ പല ഉടമസ്ഥരും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമ്മർദ്ദം കാരണം ചില കശ്മീരി വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കശ്മീരി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളുമായും വിഷയം സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളും താഴ്വരയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ തിരിച്ചുപോക്കും കാരണം മേഖലയിലെ കശ്മീരി വിദ്യാർത്ഥികൾ കടുത്ത ആശങ്കയിലാണ്. അവരുടെ ഉപജീവന മാർഗത്തെയും അതുവഴി അവരുടെ വിദ്യാഭ്യാസത്തെയും ഇത് സാരമായി ബാധിച്ചേക്കാം. കൃഷി കഴിഞ്ഞാൽ പിന്നെ കശ്മീർ ജനതയുടെ ജീവിതം വിനോദസഞ്ചാരികളെ ചുറ്റിപ്പറ്റിയാണ്. കശ്മീരിന്റെ സ്വൈര്യ ജീവിതം അസ്ഥിരപ്പെടുത്തുകയെന്ന ഉദ്ദേശം കൂടി ഈ ഭീകരാക്രമണത്തിന് പിന്നിലുണ്ട്. ഭീകരരെ തള്ളിപ്പറയുന്നതിനൊപ്പം കശ്മീർ ജനതയെ ചേർത്തുപിടിക്കാനും സമാധാനം തിരികെ കൊണ്ടുവരാനും ശ്രമങ്ങളും നടക്കേണ്ടതുണ്ട്.